ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് ഹെഡേക്കാണ് കേട്ടോ, അതുകൊണ്ട് ഒക്കെ നിങ്ങൾക്ക് കാണും പറയാം. ഫേസിന് നല്ലൊരു കടുപ്പമുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു തടുപ്പ് പോലെ വരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫേസ് ഫുള്ളായിട്ട് പിമ്പിൾസ് വരും. അതുകൊണ്ട് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. ഇപ്പോൾ ഒരുവിധം ക്ലിയർ ആക്കി കൊണ്ടുവരികയാണ്. അപ്പോൾ വീണ്ടും വരും ഈ ഒരു തലവേദന. ഒരു വൃത്തികെട്ട തലവേദനയാണ്. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വേദനിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാക്സിമം ഞാൻ മെഡിസിൻ എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുകയാണ്. കാരണം അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേസ് ഫുള്ള് പിമ്പിൾസ് വരും എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്ന പിമ്പിൾസിൻ്റെയൊക്കെ മാർക്സൊക്കെ ഒന്ന് തെളിഞ്ഞ് ക്ലിയറായി വരുവാണ്. അപ്പോഴത്തേക്കാണ് ഇപ്പോൾ അടുത്തതായിട്ട് വീണ്ടും പൊട്ടി മുളച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി സംസാരിച്ച് സമയം കളയേണ്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് പാക്കാണ്. നമ്മുടെ വീട്ടിലെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് യൂസ് ചെയ്യാവുന്നത് ഒരു 12 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വന്നിട്ട് ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും നല്ലപോലെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് ഫീലിംഗ് ചെയ്യാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ വീട്ടിലുള്ള എന്താ പറയുക, രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണല്ലോ നമ്മളിത് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്ന പിഗ്മെന്റേഷൻ മാറാൻ, ഡിസ്കളറേഷൻ മാറാൻ, സൺടാൻ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നല്ലൊരു തിളക്കം നൽകാനൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യാനുള്ളതാണ്. ഇത് നമുക്ക് ഒന്നിടവിട്ട ദിവസങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മുടെ നെക്കിലുണ്ടാവുന്ന ആ ഒരു കറുപ്പ് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ്. അപ്പൊ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ ഒരു പോൾ എന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് ഒരു ബൗളാണ്. അതിലേക്ക് നമുക്ക് വേണ്ടുന്ന ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറഞ്ച് പീൽ പൗഡറാണ് കേട്ടോ. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ എപ്പോഴും നല്ലത് നമുക്ക് വീട്ടിൽ നമ്മൾ തന്നെ ഉണക്കി പൊടിച്ചതായിരിക്കും. കാരണം അതിനകത്ത് ഒരു കെമിക്കലും ഇല്ലെന്ന് നമുക്ക് തന്നെ വിശ്വാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് നല്ലപോലെ പൊടിച്ച് സ്റ്റോർ ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, ഇതിനകത്ത് ഓപ്ഷണലില്ല, ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ എടുക്കുക. അടുത്തത് നമുക്ക് വേണ്ടുന്നത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ ഗോതമ്പ് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ കടലമാവ് എടുക്കാം, അതല്ലെങ്കിൽ ഓട്സിൻ്റെ പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇത് രണ്ടും ഓപ്ഷണലാണ്, ഇതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ മസ്റ്റാണ്. 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ, ഒരു 3/4 ടേബിൾ സ്പൂണോളം നമ്മുടെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് കടലമാവ് എടുക്കാം, ഓട്സ് പൗഡർ എടുക്കാം, അതല്ലെങ്കിൽ അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു പൗഡറിനെ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും ഈവനിങ് ടൈമിൽ വേണം. ഓറഞ്ച് പീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്യാനും പാടുകൾ മാറാനും ബ്ലെമിഷസ് ഒക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വെയിൽ കൊള്ളാൻ പാടില്ല കേട്ടോ. ഒരു പക്ഷേ വെയിൽ കൊള്ളുന്നുണ്ടെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടതും മസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ എടുത്തേക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ്. ബീട്രൂട്ട് ജ്യൂസ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോവേരയുടെ ജെല്ല് എടുക്കാം. നമ്മുടെ വീട്ടിലുള്ള മുറ്റത്തുള്ള അലോവേരയുടെ ജെല്ല് ജ്യൂസാക്കി എടുക്കാം, അതല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലുണ്ടെങ്കിൽ അത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ബീട്രൂട്ട് ജ്യൂസാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. കാരണം നമ്മുടെ സ്കിൻ നന്നായിട്ട് കളർ വയ്ക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മളെ ഈ ബീട്രൂട്ട് ജ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മാത്രമല്ല നമ്മുടെ ഒരു ഫേസ് പാക്കിൻ്റെ കളറും ഉണ്ടോ, നല്ല അടിപൊളി കളറുമാണ്. എനിക്ക് ഈ കളറിൽ ഫേസ് പാക്കിനോട് പ്രത്യേകം ഒരു ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ബീട്രൂട്ടിൻ്റെ എന്ത് ഫേസ് പാക്കും അതുപോലെ തന്നെ കോഫിയുടെ എന്ത് ഫേസ് പാക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എൻ്റെ സ്കിന്നിന് നല്ലതായിട്ട് വർക്കാവുന്ന ഒന്നാണ്. ഹോം റെമഡീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കാവുന്നത് ബീട്രൂട്ടിൻ്റെതും അതുപോലെ തന്നെ കോഫിയുടേതുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും പറയണ പോലെ തന്നെ മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഇതിലേക്ക് അലോവേര ജെല്ലോ ബീട്രൂട്ട് ജ്യൂസോ അതല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ലൊരു തിക്ക് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം
ഫേസ് പാക്ക് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ ഫേസ് പാക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റീമിങ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. കാരണം ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഫേസ് പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഫോളോ ചെയ്യാം. നമുക്ക് മാക്സിമം നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഓറഞ്ച് വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലോ മഞ്ഞൾപ്പൊടി വെള്ളത്തിലോ ഇട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ട് ഓറഞ്ച് നമ്മൾ കഴിച്ചതിന് ശേഷം ആ തൊലികൾ നന്നായിട്ട് ചെറിയ പീസാക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ പൊട്ടിച്ച് വെയിലത്ത് വെച്ച് ഉണക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനകത്ത് വെച്ചിട്ട് ഉണക്കാനായിട്ട് ഡ്രൈ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഓവനാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൊണ്ട് അതിനെ ഡ്രൈ ആക്കിയിട്ട് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. വെയിലത്താണ് വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പോൾ 2-3 ദിവസം നമ്മൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കേണ്ടി വരും. ഉണക്കി നന്നായിട്ട് പൊടിച്ച് എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാംശമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ നമുക്ക് 6 മന്ത് വരെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ നനവ് തട്ടുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അത് കേടായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഒരു 3 മന്ത് ഒക്കെ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം വാഷ് ഓഫ് ചെയ്തിട്ട് വരാം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് കയ്യിൽ വെള്ളം നനച്ച് നമ്മുടെ പാക്കൊന്ന് നനച്ചു കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മസാജിങ് കൊടുക്കണം കേട്ടോ. കണ്ടോ, നമുക്ക് ഫുള്ളായിട്ട് ഇനി ക്ലീൻ ചെയ്യാം. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ്സും നല്ലൊരു ഗ്ലോയും വരും നമ്മുടെ സ്കിന്നിന്. കണ്ടോ, ഭയങ്കരമായിട്ട് സ്കിൻ അങ്ങ് സ്മൂത്ത് ആവും, നല്ലപോലെ സോഫ്റ്റ് ആവും. ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്യാൻ നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.